ദേവിയുടെ പിറന്നാൾ ആഘോഷത്തിൻ്റെ തിരക്കിലായിരുന്നു ചിറ്റേടത്തെ വീട്. വൈകുന്നേരം 6 മണിയായപ്പോൾ തന്നെ വിളിച്ചവരെല്ലാം എത്തി തുടങ്ങി. പുറത്തു നിന്നും ഒരുപാട് പേരൊന്നും ഉണ്ടായിരുന്നില്ല. വിച്ചുവും കുടുംബവും, മാത്യുവും കുടുംബവും, ഡാനിയും അവരുടെ കുടുംബവും ഉണ്ടായിരുന്നു. നിത്യയെയും വീട്ടുകാരെയും വിളിച്ചെങ്കിലും ഒരു മരണ ആവശ്യത്തെ തുടർന്ന് അവർക്ക് നാട്ടിലെ തറവാട്ട് വീട്ടിലേക്ക് പോകേണ്ടി വന്നു. വേദികയെയും കുടുംബത്തെയും വിളിക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല എങ്കിലും അന്ന് രാവിലെ വേദിക വിളിച്ച് പിറന്നാൾ ആശംസകൾ അറിയിച്ചതിനെ തുടർന്ന് ഹരിദാസ് അവരെ കൂടി വിളിച്ചിരുന്നു. ആമി ചേച്ചി വന്നില്ലല്ലോ? വർഷ ദേവിയോട് ചോദിച്ചു. ആമി അവരുടെ അമ്മയെയും കൂട്ടിയിട്ടാ വരുന്നേ, അതുകൊണ്ടായിരിക്കും വൈകുന്നത്. ഇന്ന് അവരുടെ കാര്യത്തിൽ കൂടി ഒരു തീരുമാനമെടുക്കുമെന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. ആ ദർശേട്ടാ, അപ്പോൾ മോനെ മൊത്തത്തിൽ പൂട്ടാൻ തന്നെയാണ് ദാസച്ചൻ തീരുമാനിച്ചിരിക്കുന്നത് അല്ലേ? കണ്ണിറുക്കി കാണിച്ചുകൊണ്ട് അവനെ കളിയാക്കുന്നത് പോലെ അവൾ ചോദിച്ചു. മങ്ങിയൊരു ചിരി അവൾക്ക് സമ്മാനിച്ച് ദർശൻ മുകളിലേക്ക് പോയി. ദർശേട്ടന് എന്തു പറ്റി? വന്നപ്പോൾ മുതൽ ഇങ്ങനെയാണല്ലോ. ഏട്ടന് നല്ല സുഖമില്ല. ഇന്നലെയും ഇന്നും ഓഫീസിൽ പോയിട്ടില്ല ആള്. പനിയാണോ? പനിക്കുന്നില്ല, പക്ഷേ നല്ല ശരീരവേദനയൊക്കെ ഉണ്ടെന്നാ പറഞ്ഞത്. മുഖവും വല്ലാതിരിക്കുന്നുണ്ട്. വർഷയും സങ്കടത്തോടെ തന്നെ പറഞ്ഞു. അല്ല, വിച്ചുവേട്ടൻ എന്താ വരാത്തത്? ചേട്ടനെ കാണാതെ ഇരിക്കാൻ വയ്യല്ലേ? പോടി, കേക്ക് കട്ട് ചെയ്യാനുള്ള സമയമായില്ലേ, അതുകൊണ്ട് ചോദിച്ചതാ. അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ വിച്ചുവും വന്നു. ആ, ഇനി ചേട്ടൻ വന്നില്ലെന്നുള്ള വിഷമം വേണ്ട, ചെല്ല്, കയ്യോടെ പോയി സ്വീകരിക്കേ. ആ, ഞാൻ പോയി സ്വീകരിക്കും. വീട്ടിൽ വന്ന അതിഥികളെ സ്വീകരിക്കണം, അതാണ് മര്യാദ. ചെല്ല് ചെല്ല്. എന്താ ഇത്ര വൈകിയത്? ഒരു ചിരിയോടെ തൻ്റെ അടുത്തേക്ക് നടന്നു വരുന്ന വിച്ചുവിനെ നോക്കി അതേ ചിരി തിരിച്ചു സമ്മാനിച്ചുകൊണ്ട് ദേവി ചോദിച്ചു. ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, കഴിഞ്ഞപ്പോൾ വൈകി. പിന്നെ വീട്ടിൽ പോയി വേഗം ഡ്രസ് ചെയ്ത് വന്നു. വിച്ചു ദേവിയൊന്ന് നോക്കി. ലൈറ്റ് പിങ്ക് നിറത്തിലുള്ള ഡിസൈനർ സാരിയായിരുന്നു അവളുടെ വേഷം. അതിനിണങ്ങിയ ലളിതമായ ആഭരണങ്ങളും അവൾ ധരിച്ചിരുന്നു. എന്താ ഇങ്ങനെ നോക്കുന്നത്? അവൻ നോക്കുന്നത് കണ്ട് ദേവി ചോദിച്ചു. നല്ല സുന്ദരിക്കുട്ടി ആയിട്ടുണ്ടല്ലോ. അവളൊന്ന് നാണത്തോടെ ചിരിച്ചു. എങ്ങനെ ആവാതിരിക്കും? വേണ്ടപ്പെട്ട ആരോ അവൾക്ക് സ്നേഹത്തോടെ കൊടുത്ത സാരിയും ജുവൽസും അല്ലേ, അതിൻ്റെ ഒരു ഭംഗി കാണാതിരിക്കില്ലല്ലോ. അവർ രണ്ടുപേരും നിൽക്കുന്നതിൻ്റെ അടുത്ത് വന്ന് മതിലിനോട് ചാരി ഷോൾ കയ്യിൽ ചുറ്റിക്കെട്ടി കറക്കിക്കൊണ്ട് കളിയാക്കുന്ന മട്ടിൽ വർഷ പറഞ്ഞു. വിച്ചു ദേവിയൊന്ന് നോക്കി. അപ്പോൾ വിവരങ്ങളൊക്കെ ഇവളെ അറിയിച്ചു അല്ലേ? പിന്നെ വിവരങ്ങളൊക്കെ കൃത്യമായി തന്നെ അറിയിക്കുന്നുണ്ട്. ഇതെന്താ സംഭവം? അവർ 3 പേരും തമ്മിൽ സംസാരിച്ചിരിക്കുന്നത് കണ്ട് ഡാനി ചോദിച്ചു. ഒന്നുമില്ല മോനെ, ഈ സാരിയും ഈ ആഭരണങ്ങളുമൊക്കെ വിച്ചു വാങ്ങിക്കൊടുത്തതാണ്, അത്രേ ഉള്ളൂ. അവിടേക്ക് വന്നുകൊണ്ട് ലത പറഞ്ഞു. അങ്ങനെ ചുമ്മാ വാങ്ങിക്കൊടുത്തതല്ലാട്ടോ, വാങ്ങിക്കൊണ്ട് വന്ന് ചേച്ചി ഇന്ന് അമ്പലത്തിൽ തൊഴാൻ പോകുമെന്ന് ഊഹിച്ചെടുത്ത് അവിടെ കാത്തുനിന്ന് ചേച്ചിയെ ഏൽപ്പിച്ചതാണ്. ഓ, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നോ? ഞാൻ ചുമ്മാ വെറുതെ ഒരു ഗിഫ്റ്റ് കൊടുക്കാമെന്ന് കരുതി, പക്ഷേ ദേവി അത് ഇടുമെന്ന് എനിക്കറിയില്ലായിരുന്നു. വിച്ചു ചമ്മിയൊരു ചിരി ചിരിച്ചു. അല്ല, ദർശൻ എവിടെ? കണ്ടില്ലല്ലോ. അത്രയും നേരം അവർ പറയുന്നതെല്ലാം മുകളിലെ ഹാളിൽ നിന്നും കേട്ടുകൊണ്ടിരുന്ന ദർശൻ അവൻ ചോദിക്കുന്നത് കേട്ടതും മുറിയിലേക്ക് വലിഞ്ഞു. അവന് നല്ല സുഖമില്ല ഇന്നലെ മുതൽ. ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്നു. കുറച്ചു മുൻപ് ലതേച്ചിയാ പറഞ്ഞത് മോളിൽ പോയി കിടക്കാൻ. കേക്ക് കട്ട് ചെയ്യാനാവുമ്പോൾ വിളിക്കാം. വിച്ചുവിന് കുടിക്കാനുള്ളതായി വന്ന രാധിക പറഞ്ഞു. എന്തു പറ്റി? പനിയാണോ അവന്? ഡോക്ടറിൻ്റെ അടുത്ത് വല്ലതും പോണോ? ഏയ്, അതൊന്നും വേണ്ടെന്ന് അവൻ പറഞ്ഞത്. ടാബ്ലറ്റ് കഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അല്ല, വിച്ചു കൂടി വന്ന സ്ഥിതിക്ക് നമുക്ക് കേക്ക് കട്ട് ചെയ്താലോ? ആമി കൂടി വന്നിട്ടാവും ഡാനിയച്ച. ഡാനിയുടെ ചോദ്യത്തിന് ദേവിയാണ് മറുപടി പറഞ്ഞത്. പറഞ്ഞ പോലെ ആമി എന്തേ? അല്ലെങ്കിൽ നേരത്തെ എത്തേണ്ടതാണല്ലോ ഈ വക കാര്യങ്ങൾക്ക്. അമ്മയുടെ ഒപ്പമല്ലേ അവൾ വരുന്നത്. വീട്ടിലെ എന്തെങ്കിലുമൊക്കെ കള്ളം പറഞ്ഞിട്ട് വേണമല്ലോ വരാൻ, അതാവും വൈകുന്നത്. വേദികയും വീട്ടുകാരും വന്നിട്ടില്ലല്ലോ മോളെ. വരുമെങ്കിൽ വരട്ടെ, ഒരു മര്യാദയ്ക്ക് വിളിച്ചതല്ലേ. വലിയ താല്പര്യമില്ലാത്തതുപോലെ പറഞ്ഞുകൊണ്ട് ദേവി അകത്തേക്ക് പോയി. കാര്യം മനസ്സിലായത് കൊണ്ട് വിച്ചുവിന് ചിരി വന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ദർശൻ റെഡിയായി ഇറങ്ങി വന്നു. അപ്പോഴേക്കും വേദികയും വീട്ടുകാരും കൂടി വന്നിട്ടുണ്ടായിരുന്നു. എങ്ങനെയുണ്ട് മോനെ? അവനെ കണ്ടതും ലത ചോദിച്ചു. ഇപ്പോൾ കുഴപ്പമില്ല ആൻറ്റി, എല്ലാവരും വന്നല്ലോ, എന്നാൽ പിന്നെ നമുക്ക് കേക്ക് കട്ട് ചെയ്താലോ? ലതയ്ക്കുള്ള മറുപടി കൊടുത്തതിന് ശേഷം അച്ഛനെ നോക്കി ദർശൻ ചോദിച്ചു. മോനെ, ആമയും അമ്മയും വന്നിട്ടില്ല.
അച്ഛാ, അത് ആമിക്കും അമ്മയ്ക്കും വരാൻ പറ്റില്ല. അതെന്താ? ദേവി ചാടിക്കയറി ചോദിച്ചു. അത് പിന്നെ വീട്ടിലെ അച്ഛനും ചേട്ടനും ഒക്കെ ഉണ്ട്. അപ്പോൾ വന്നാൽ ചിലപ്പോൾ പ്രശ്നമാകും. അതുകൊണ്ട് അവൾ വരുന്നില്ലെന്ന് എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ട്. അവൾ വരില്ലെന്ന് ഉറപ്പുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഇനിയും എല്ലാവരെയും കാത്തിരിപ്പിച്ച് മുഷിപ്പിക്കേണ്ട എന്ന് കരുതി ദർശൻ പറഞ്ഞു. വേദികയ്ക്കും അമ്മയ്ക്കും ഒഴിച്ച് ബാക്കി കൂടി നിന്നവർക്കെല്ലാം അത് കേട്ടപ്പോൾ സങ്കടമായി. എന്നാ പിന്നെ നമുക്ക് സമയം കളയണ്ട, കുറേ നേരമായില്ലേ എല്ലാവരും വന്നിട്ട്. ദേവിയുടെ ഇരുതോളിലുമായി കൈ ചേർത്തുകൊണ്ട് ദർശൻ എല്ലാവരെയും കേക്ക് കട്ട് ചെയ്യുന്ന സ്ഥലത്തേക്ക് ക്ഷണിച്ചു. രാധിക ആൻറ്റിയെ ഒറ്റയ്ക്ക് കാണാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഞാനും അമ്മയും. കേക്ക് കട്ടിങ്ങും ആഘോഷവും കഴിഞ്ഞ് എല്ലാവരും ഭക്ഷണം കഴിക്കുവാനും മറ്റു പല കാര്യങ്ങൾക്കുമായി തിരിഞ്ഞു. ഹരിദാസ് പറഞ്ഞിട്ട് കിട്ടിയ ഗിഫ്റ്റുകളെല്ലാം മുകളിൽ കൊണ്ടുപോയി വെക്കാൻ വേണ്ടി പോയതായിരുന്നു രാധിക. അപ്പോഴാണ് ഹാളിൽ വെച്ച് വേദിക രാധികയോടായി പറഞ്ഞത്, എന്താ മോളെ, എന്തെങ്കിലും കാര്യമുണ്ടോ? വന്നത് മുതൽ രണ്ടുപേരും നല്ല സന്തോഷത്തിലാണുള്ളതെന്ന് രാധിക ശ്രദ്ധിച്ചിരുന്നു. ഇപ്പോഴും വളരെ ആഹ്ലാദത്തോടു കൂടിയാണ് വിശേഷം പറയാനായി അവർ വന്നത്. ആൻറ്റിക്ക് തരാനായി ഒരു ഗിഫ്റ്റുണ്ട് എൻ്റെ കയ്യിൽ. എന്താണെന്ന് വല്ല ഊഹമുണ്ടോ? ഊഹിച്ചാലും ശരിയാവാൻ വഴിയില്ല. എന്നാലും ചുമ്മാ ഒന്ന് പറഞ്ഞു നോക്ക്. അത്യധികം ആഹ്ലാദത്തോടെ വേദിക പറഞ്ഞു. എനിക്കെന്ത് ഗിഫ്റ്റാ മോളെ? ദേവി മോൾക്ക് കൊണ്ടുവന്നതാണോ? ദേവിക്കുള്ളത് ഞാൻ കൊടുത്തിട്ടുണ്ട്, ഇത് ആൻറ്റിക്കുള്ളതാ. കയ്യിലൊരു എൻവലപ്പ് നീട്ടി കാണിച്ചുകൊണ്ട് വേദിക പറഞ്ഞു. ഇതെന്താ മോളെ? ആമയും ദർശനും സൈൻ ചെയ്ത ഡിവോഴ്സ് പേപ്പേഴ്സാണ്. രാധിക ഒരു നിമിഷം ശ്വാസമെടുക്കാനാവാതെ നിന്നുപോയി. ഡിവോഴ്സ് പേപ്പറോ? അതെ, രണ്ടുപേരും സൈൻ ചെയ്തിട്ടുണ്ട് ഇതിൽ. ആൻറ്റി വേണമെങ്കിൽ തുറന്നു നോക്കിക്കോ. രാധികയുടെ മുഖത്തുണ്ടായ ഭാവവ്യത്യാസമൊന്നും ശ്രദ്ധിക്കാതെ വേദിക പറഞ്ഞു. ഇവൾ ഇതും കൊണ്ട് ഇന്നലെ വന്നപ്പോൾ എനിക്കും ആദ്യം വിശ്വസിക്കാനായില്ല രാധികെ. പിന്നെ തുറന്നു കാണിച്ചപ്പോഴല്ലേ ഞാനും വിശ്വസിച്ചത്. വേദികയ്ക്കുള്ള അതേ സന്തോഷത്തോടു കൂടി തന്നെ അവളുടെ അമ്മയും പറഞ്ഞു. ഇതെങ്ങനെ മോളുടെ കയ്യിൽ? മോളുടെ കയ്യിൽ എങ്ങനെയാണ് കിട്ടിയത്? കേട്ടതൊന്നും സത്യമല്ല എന്ന വിശ്വാസത്തിൽ തന്നെ അവരപ്പോഴും ചോദിച്ചു. അഭിരാമി കൊണ്ടുവന്ന് തന്നതാ. ആമി മോളോ? വിറയ്ക്കുന്നുണ്ടായിരുന്നു അവരുടെ ശബ്ദം. അതെ, ഇന്നലെ വൈകുന്നേരം ഓഫീസ് കഴിഞ്ഞ സമയത്ത് അവളെന്നെ വിളിച്ചിരുന്നു, കാണണമെന്ന് പറഞ്ഞു. വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല എങ്കിലും ഞാൻ പോയി. ഇത് തന്നിട്ട് ഡിവോഴ്സ് പേപ്പറാണെന്നും ഞങ്ങൾ രണ്ടുപേരും ഇതിൽ സൈൻ ചെയ്തിട്ടുണ്ടെന്നും അവൾ പറഞ്ഞു. ദർശൻ സൈൻ ചെയ്തോ? അതെ ആൻറ്റി, രണ്ടുപേരും സൈൻ ചെയ്തിട്ടുണ്ട് ഇതിൽ. രാധിക ആൻറ്റിയെ ഏൽപ്പിക്കണമെന്നാണ് അവൾ പറഞ്ഞത്. ഇത് തന്നപ്പോൾ ഒരേ ഒരു കണ്ടീഷൻ മാത്രമേ അവൾ പറഞ്ഞുള്ളൂ. രാധിക വേദികയെ ഒന്ന് നോക്കി. ദേവിയുടെ കല്യാണം കഴിയുന്നതുവരെ ഇതാരും അറിയാൻ പാടില്ലെന്ന് പറഞ്ഞു. കേട്ടപ്പോൾ എനിക്കും തോന്നി ശരിയാണെന്ന്. ഇനി ദേവി ഡെസ്പാവണ്ടല്ലോ. സന്തോഷത്തോടു കൂടി തന്നെ കല്യാണം കഴിച്ചു പോട്ടെ. രാധികയുടെ കണ്ണുകളെല്ലാം നിറഞ്ഞൊഴുകി തുടങ്ങിയിരുന്നു. കുറ്റബോധം കൊണ്ട് അവരുടെ മനസ്സ് നീറി തുടങ്ങി. ആൻറ്റി എന്തിനാ കരയുന്നത്? സന്തോഷം കൊണ്ടാണോ? അല്ല മോളെ, ഇത് വാങ്ങിക്കണ്ടായിരുന്നു. അതെന്താ രാധികെ നീ അങ്ങനെ പറഞ്ഞത്? നമ്മൾ എന്തായാലും ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ ആ പെൺകുട്ടിയെ കാണാനിരിക്കുന്നതായിരുന്നല്ലോ. അതിനു മുൻപ് തന്നെ ആ പെൺകൊച്ച് ഇങ്ങോട്ടേക്ക് വന്ന് ഏൽപ്പിച്ചത് നന്നായി എന്നേ ഞാൻ പറയൂ. അതെ, അഭിരാമി എന്ന ചാപ്റ്റർ ഇതോടുകൂടി തീർന്നു എന്ന് കരുതിയാൽ മതി. ആൻറ്റിക്ക് എന്താ ഇപ്പോൾ ഒരു താല്പര്യക്കുറവ് പോലെ? ആൻറ്റിയും ഇത് തന്നെയല്ലേ ആഗ്രഹിച്ചിരുന്നത്? വേദിക സംശയത്തോടെ ചോദിച്ചു. അങ്ങനെയല്ല മോളെ, ശരിയാ, എൻ്റെ മനസ്സിലും അങ്ങനെയൊരു ചിന്തയുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എല്ലാം കൊണ്ടും എല്ലാവരും സന്തോഷത്തിലായി. എല്ലാം പഴയ പോലെയായി. പിന്നെ ദർശൻ്റെ മനസ്സിലും ആമിമോളുണ്ടെന്ന് എനിക്കും പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അങ്ങനെയുള്ളപ്പോൾ അവരെ തമ്മിൽ പിരിക്കുന്നത് തെറ്റല്ലേ? ആൻറ്റി എന്തൊക്കെയാണ് ഈ പറയുന്നത്? നമ്മളിത് നേരത്തെ സംസാരിച്ചതല്ലേ? ദേവിയുടെ ജീവിതത്തെക്കുറിച്ച് ഞങ്ങൾ പറഞ്ഞു തന്നതല്ലേ എല്ലാം. മോളുടെ ജീവിതത്തെക്കുറിച്ച് ഓർത്തപ്പോൾ മോൻ്റെ ജീവിതം ഞാൻ മറന്നുപോയി. ആമിമോളില്ലാതെ ദർശൻ ഒരിക്കലും സന്തോഷത്തോടെ ജീവിക്കില്ല. ഇപ്പോൾ എനിക്ക് മനസ്സിലായി 2 ദിവസമായി ദർശൻ വിഷമിച്ച് നടക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന്. സുഖമില്ല എന്ന് അവൻ പറയുമ്പോഴും എനിക്ക് തോന്നുന്നുണ്ടായിരുന്നു അവനെ എന്തോ ഒരു വിഷമം അലട്ടുന്നുണ്ടെന്ന്. ഈശ്വര, മഹാപാപിയാണല്ലോ ഞാൻ. എൻ്റെ മോൻ്റെ സങ്കടത്തിന് ഞാൻ തന്നെ കാരണക്കാരിയായല്ലോ. ആൻറ്റി ഇങ്ങനെ ആവശ്യമില്ലാത്തതൊന്നും ചിന്തിച്ചു കൂട്ടണ്ട. ദർശന് സുഖമില്ലാത്തത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഇരിക്കുന്നത്, അല്ലാതെ ആൻറ്റി. പറഞ്ഞു വന്നത് നിർത്തിക്കളഞ്ഞ വേദികയെ രാധിക നോക്കിയപ്പോൾ ദേവിയുടെ മുറിവാതിൽക്കിലേക്ക് അവൾ നോക്കി നിൽക്കുന്നതാണ് കണ്ടത്.
രാധികയും അവിടേക്ക് നോക്കി. മുറിയുടെ വാതിൽക്കൽ നിറഞ്ഞൊഴുകുന്ന കണ്ണുകളോടെ തറഞ്ഞു നിൽക്കുന്ന ദേവി. അവളെല്ലാം കേട്ട് കാണുമെന്ന് വ്യക്തമാണ്. രാധികയുടെ മനസ്സിലൂടെ ഒരു മിന്നൽ പിണർ പാഞ്ഞുപോയി.